സിനിമയിൽ ഹിച്ച്കോക്സ് ബോംബ് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്ന സിനിമകളിൽ സസ്പെൻസോ സർപ്രൈസോ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു തിയറിയാണ്. വെൽക്കം ടു സെല്ലുലോയിഡ് സ്റ്റഡീസ്. മൈ നെയിം ഇസ് ആനന്ദ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹിച്ച്കോക്സ് ബോംബ് തിയറി. ഈ തിയറി പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാളുകൾ ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ടേബിളിന്റെ അടിയിൽ ഇരിക്കുന്ന ഒരു ബോംബ് പൊട്ടി. നമ്മൾ പെട്ടെന്ന് ഷോക്ക്ഡ് ആവുന്നു അല്ലേ? ഇനി കൺസിഡർ എ ഡിഫറൻറ്റ് സെനാരിയോ. രണ്ടാളുകൾ ഇതേപോലെ തന്നെ ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരിക്കുന്നു. ടേബിളിന്റെ അടിയിലുള്ള ബോംബ് ഓഡിയൻസ് ആയ നമ്മൾ കാണുന്നു. ഇത് അവിടെ ഇരിക്കുന്ന രണ്ടുപേരും കാണുന്നില്ല. ഓരോ സെക്കൻഡിലും ബോംബിന്റെ ടൈമർ ഇങ്ങനെ കുറഞ്ഞു വരുന്നതോറും നമുക്ക് ടെൻഷനും സ്ട്രെസ്സും സസ്പെൻസും കൂടുകയാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ. ഇതാണ് ഹിച്ച്കോക്കിന്റെ ബോംബ് തിയറി. ഇതിന്റെ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. ബിഫോർ ദാറ്റ്, സിനിമ റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ഫോളോവേഴ്സ് പ്ലീസ്. നമുക്ക് ഷോക്കിന് ഒരു എക്സാമ്പിൾ എടുക്കാം. ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന് പറയുന്ന സിനിമയിൽ ടാലിയ ബ്രൂസിനെ കത്തിയെടുത്ത് കുത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടുന്നു. എന്തിനു വേണ്ടിയാണ് കുത്തിയതെന്ന് വണ്ടർ ചെയ്യുന്നു. ഇതാണ് ഷോക്ക്. ഇനി സസ്പെൻസിന് ഒരു എക്സാമ്പിൾ എടുക്കാം. ഹെലൻ എന്ന സിനിമയിൽ ഹെലൻ ഫ്രീസറിൽ സ്റ്റക്ക് ആണെന്ന കാര്യം ഹെലനും ഓഡിയൻസ് ആയ നമുക്കും മാത്രമേ അറിയൂ. പുറത്തുകൂടെ പലപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് സസ്പെൻസ് കയറി വരികയാണ് ചെയ്യുക. ഇവരെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെയാണ് സസ്പെൻസ് ബിൽഡ് ചെയ്യുക. ഒരുപക്ഷെ ഹെലനെ ആരെങ്കിലും ട്രാപ്പ് ചെയ്ത് അടച്ചതാണെങ്കിൽ കൂടെ നമുക്ക് ഇത്രയ്ക്ക് സസ്പെൻസ് കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഷോക്ക് ആൻഡ് സസ്പെൻസ് മൊമെന്റ്സ് ഏതൊക്കെയാണ്? Tell us in the comments below, and as always, follow Celluloid Rankings for more.